സുഹൈൽ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഇപ്പോൾ അനന്തുവിന്റെ വീട്ടിൽ നിന്ന്. സുഹൈൽ പറയൂ. നമ്മൾ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും അനന്തുവിന്റെ ഊർജ്ജസ്വലതയും അവന്റെ കലാകഴിവുകളും ഒക്കെ. ആ ഊർജ്ജസ്വലതയും അവന്റെ ആ ഒരു ആവേശവും ഒക്കെ ഇനിയും കുറേ കാലം അങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച ഒരു വലിയ വിഭാഗം മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അവന്റെ സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം തീരാത്ത വേദനയാണ്. കാരണം വെള്ളിയാഴ്ച സ്കൂൾ കഴിഞ്ഞ് ശനി ഞായർ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച വീണ്ടും സ്കൂളിലേക്ക് പോകേണ്ട ആളാണ് അനന്തു. വെള്ളിയാഴ്ചത്തേക്ക് സുഹൃത്തുക്കളോട് കുശലം പറഞ്ഞ് തിങ്കളാഴ്ച ബാക്കി പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ പറയാൻ ബാക്കി വെച്ച കഥകൾ ഒരുപാട് ബാക്കി വെച്ചാണ് ഇപ്പോൾ അനന്തു യാത്രയായതെന്നുള്ളതാണ്. നമ്മൾ പല ദൃശ്യങ്ങൾ കാണുന്നു. നമുക്കും വലിയ രീതിയിൽ മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന ആളുകളാണ്, വിഷമം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് അവന്റെ സഹപാഠികൾ പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങൾ നമ്മൾ കാണും. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ വിയോഗത്തിൽ എത്രത്തോളം സങ്കടപ്പെടുന്നു എന്നുള്ളത് ആ വ്യക്തി, ആ മനുഷ്യൻ, ആ സമൂഹത്തിനും അവന്റെ പ്രിയപ്പെട്ടവർക്കും എത്രത്തോളം അടുപ്പമുള്ളവരായിരുന്നു, അവന്റെ സ്ഥാനം അവരുടെ ഹൃദയങ്ങൾ എത്രത്തോളം ചേർത്ത് വെച്ചിരിക്കുന്നു എന്നതിനൊരു ഉദാഹരണമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് അനന്തു എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ മനുഷ്യരും ഈ ഒരു ചെറിയ പ്രദേശമാണ്, നേരത്തെ പറഞ്ഞതുപോലെ വന്യമൃഗ ശല്യമുള്ള പ്രദേശമാണ്. ഈ അനന്തുവിന്റെ പോരാട്ടം കൊണ്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് അനന്തുവിന്റെ വീട്ടിലേക്ക് നമ്മൾ അനന്തുവിന്റെ അവസാന യാത്രയുമായി മൃതദേഹം വഹിച്ചു നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വാഹനങ്ങൾ പോകില്ല. ഇടവഴിയാണ്, പലപ്പോഴും വലിയ കൂറ്റൻ സ്റ്റോപ്പുകളാണ്. അതൊക്കെ താണ്ടി വീടിന്റെ മുറ്റത്തേക്ക് വരാൻ പോലും ഒരു വഴിയില്ല. 2 കവുങ്ങ് കഷ്ണം വെച്ചുകൊണ്ട് അത് ചവിട്ടി മടങ്ങി വീട്ടിലേക്ക് വരാൻ. അതായത് ഇത്രയും ദുർഘടമായ, ഇത്രയും പിന്നോക്കം നിന്നുകൊണ്ട് തന്നെയാണ്, സാമ്പത്തികമായി അടക്കം പരാധീനം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അനന്തു അവന്റെ വിദ്യാഭ്യാസത്തിലടക്കം മുന്നേറാൻ ശ്രമിച്ചത്. അവന്റെ കലാ പ്രകടനങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. അവന്റെ ഊർജ്ജസ്വലതയ്ക്ക്, അവന്റെ ആവേശത്തിന്, അവന്റെ മുന്നോട്ടുള്ള പ്രചോദനത്തിനൊന്നും അവന്റെ സാമ്പത്തിക പ്രതിസന്ധി അവന് തടസ്സമായില്ല. അവനെക്കുറിച്ച് വലിയ കോൺഫിഡന്റ് ആയിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. അവനെക്കുറിച്ചുള്ള കോൺഫിഡൻസ് തന്നെയായിരുന്നു ആ കുടുംബത്തിനും അവന് ചുരുത്തിയിരുന്നത്. നമ്മൾ ഈ വീടൊക്കെ കണ്ടതാണ്. ഒരു ചെറിയ വീടാണ്, വലിയ സാമ്പത്തിക പ്രശ്നം നേരിടുന്ന ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. പിതാവ് സുരേഷ് കൂലിപ്പണിക്കാരനാണ്. മാതാവ് ഒരു നിത്യരോഗിയാണ്. എപ്പോഴും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജും വീടുമായൊക്കെ മാറി മാറി നിൽക്കേണ്ട, എപ്പോഴും രോഗാതുരമായ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ്. 2 ജ്യേഷ്ഠ സഹോദരിമാരാണ്. സ്വാഭാവികമായും തന്നെ അനന്തു എന്നൊരു ആൾ, അവരാണ് അവന്റെ എല്ലാം. ആ കുടുംബത്തിന്റെ പ്രതീക്ഷ, മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജ്ജമെല്ലാം അനന്തുവായിരുന്നു. ഇന്നലെ വൈകിട്ട് കളിക്കാൻ വീട്ടിൽ നിന്ന് അമ്മയോടും അച്ഛനോടും ഒക്കെ യാത്ര പറഞ്ഞ് പോയ അനന്തു പിന്നീട് ഇന്നാണ് വരുന്നത്. അതിനുമപ്പുറം നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യം, തങ്ങളുടെ മകൻ മരിച്ചു എന്ന വിവരം അവർ ഒരു ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. അതായത് ആ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ പോലും ആ കുടുംബത്തെ അറിയിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് എല്ലാമായിരുന്നു, അവരുടെ ജീവനായിരുന്നു, ആത്മാവായിരുന്നു. ആത്മാവ് പെട്ടെന്ന് ഇല്ലാതായി എന്ന കാര്യം എങ്ങനെ പറയുമെന്ന വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഉണ്ടായിരുന്നത്. ഒടുക്കം ഇന്ന് രാവിലെ, അതായത് ഇന്നലെ 8:00 മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെ ഏകദേശം 9-10 കൂടിയാണ് കുടുംബത്തെ ഈ വിവരം അറിയിച്ചത്. അതുവരെ പറഞ്ഞത് ആശുപത്രിയിലുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, ചികിത്സയിലാണ്, നാളെ രാവിലെ നമുക്ക് അവിടെ പോയി കാണാമെന്ന് പറഞ്ഞ് കുടുംബത്തെ ആശ്വസിപ്പിച്ച ആ ആശ്വാസത്തിൽ ഇന്നലെ ഉറങ്ങിയ കുടുംബം, അതായത് മകൻ മരിച്ചു എന്ന സത്യം അറിയാതെ ഇന്നലെ ഉറങ്ങിയ കുടുംബം ഇന്ന് രാവിലെ മാത്രമാണ് അവന്റെ വിയോഗ വാർത്ത അറിയുന്നത്. ആ വിയോഗ വാർത്ത അവർക്ക് ഒരു വിധത്തിലും താങ്ങാനാവുന്നതായിരുന്നില്ല. നമ്മൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ നേതാക്കളടക്കമൊക്കെ ഇവിടെ വരുമ്പോഴും അവരുടെ കൂട്ടിക്കരച്ചുകൾ നമ്മൾ കണ്ടിരുന്നു. നമ്മെ അങ്ങേയറ്റം അലോസരപ്പെടുത്തും. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അതൊരു മറുവശം മാത്രമാണ്. അനന്തു എന്ന വ്യക്തിക്ക് രാഷ്ട്രീയമില്ല, അവൻ അനുഭവിക്കുന്ന വേദനകൾക്ക് രാഷ്ട്രീയമില്ല, അവനും അവൻ കുടുംബം അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അവിടെ അവനെന്ന വ്യക്തി, ആ അനന്തു എന്ന മുഖം, അനന്തു എന്ന വ്യക്തി, അനന്തു എന്ന കുട്ടിയെ, അനന്തു എന്ന 10ാം ക്ലാസ്സുകാരനെ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാനാകില്ലല്ലോ എന്ന വിഷമം മാത്രമാണുള്ളത്. അവൻ തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോവുകയും തിരികെയും വരുന്ന അവന്റെ പാതയിൽ നിന്ന് അവന് ചലനമറ്റ ശരീരമായി ആരൊക്കെയോ ചുമന്ന് ഇങ്ങോട്ട് എത്തിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക്, അതായത് അത്രത്തോളം അവൻ ഇനി ഇല്ല. അവന്റെ വിയോഗ വാർത്ത താങ്ങാനാകാതെ എങ്ങും അങ്ങേയറ്റം നിരാശാജനകമായ കരച്ചിലുകളുടെ ശബ്ദം മാത്രമാണ്. ഈ അനന്തുവിനെ നേരിട്ട് അറിയുന്നവരും ഈ വാർത്ത കേട്ട് അനന്തുവിനെ അവസാനം നോക്കി കാണാനായി എത്തിയവരുമുണ്ട്. അവർക്ക് പോലും അനന്തുവിനെ കുറിച്ച് ഇവിടെയുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ അവരുടെ ആരൊക്കെയോ ആയി പ്രിയപ്പെട്ടവരായി തോന്നുന്നുണ്ടെങ്കിൽ, അനന്തു എന്ന 15 വയസ്സുകാരൻ, അനന്തു എന്ന 10ാം ക്ലാസ്സുകാരൻ ഈ നാട്ടുകാർക്കും അവന്റെ സഹപാഠികൾക്കും ആരായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവനും അവരുടെ പ്രിയപ്പെട്ടവരുമായുള്ള ഹൃദയബന്ധം എന്ന കാര്യത്തിൽ സംശയമില്ല. സുഹൈൽ മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. അനന്തുവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അനന്തു എന്ന കുട്ടി എത്ര ഊർജ്ജസ്വലനായിരുന്നു, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, വീട്ടുകാരുടെ പൊന്നോമനയായിരുന്നു, 2 ജ്യേഷ്ഠ സഹോദരിമാരുടെ ഏക അനിയനാണ് അനന്തു. പഠിക്കാൻ മിടുക്കനായിരുന്നു, ക്ലാസ്സിൽ മിടുക്കനായ കുട്ടിയായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു. ഒരാൾക്കും അനന്തുവിനെക്കുറിച്ച് മോശമായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്ന് നേരത്തെ അധ്യാപിക സാക്ഷ്യപ്പെടുത്തിയതും നമ്മുടെ മനസ്സിലുണ്ട്.